വെൽക്കം ടു ഗോകുലം ബാർ. ഞാൻ ഗോകുലം ബാറിലെ സ്റ്റൂ ഷെഫാണ്. പേര് ശങ്കരനാരായണൻ. ഞങ്ങളിപ്പോൾ ഒരു അവാദി ഫുഡ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് ഞങ്ങൾ അവാദി ഫുഡ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവാദി ഫുഡ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് യുപിന്ന് ഷെഫിനെ വരുത്തിയിട്ടുണ്ട്. ഷെഫിൻ്റെ പേര് മൻവീർ സിംഗ്. സരോവർ ഗ്രൂപ്പ് ഓഫ് ഹോട്ടലിലത്തെ ഷെഫാണ്. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന ഒരു മട്ടൻ കറിയാണ്. മട്ടൻ കറിയാണ് പത്തർക്ക ഗോസ്റ്റ്. പത്തർക്ക ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൽപ്പാച്ചി ഉപയോഗിച്ച് ഗ്രേവി ഉണ്ടാക്കി അതിൽ മട്ടൻ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു മട്ടൻ കറിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഓയിൽ ഒഴിച്ചു. അടുത്തത് ഹോൾ ഗരം മസാല. ഗരം മസാല ഇടുന്നു. ജാദ പത്തർക്ക ഗോസ്റ്റ്, അതായത് കൽപ്പാച്ചി കൂടുതലിടുന്നു. കൽപ്പാച്ചി, ഗ്രീൻ കടമ, ലോങ്, ബൈ ലീഫ്, സ്റ്റാർ അനീസ്. അതിനുശേഷം നമ്മൾ സവോള ഇടുന്നു. ഇവിടെ നല്ല മണം വരുന്നുണ്ട്. പത്തർക്ക ഫുൾക്ക, അതായത് കൽപ്പാസിയുടെ സ്മെല്ലാണെന്നാണ് പറയുന്ന ആൾ. അതായത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ സവോള വഴറ്റിയിട്ട് അതിന് ശേഷം നമ്മൾ എന്തിടും? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റാണ് ഇതിലിട്ടുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയിട്ട് ആഫ്റ്റർ കാശ്മീരി ചില്ലി പൗഡർ, ജീര പൗഡർ. ജീര പൗഡർ ആംലൂരി ബനായ ഇവിടെ നമ്മൾ അരച്ചെടുക്കുന്ന ജീര പൗഡറാണ് ഇത്. ഹൽദി പൗഡർ, മഞ്ഞപ്പൊടി, മട്ടൻ, ദെൻ പുട്ട് മട്ടൻ. നല്ല കളറ്. ഇനി പറയുന്നടാ അവർക്ക് ഏതാണ്? ടൊമാറ്റോ പ്യൂരി. അതായത് നമ്മൾ തക്കാളി അരച്ചത് ഇനി ഒഴിക്കും. ഇത് നന്നായി വതക്കി കഴിഞ്ഞ ഉടനെ തക്കാളി അരച്ചത് നമുക്ക് ഇട്ടിട്ട് പിന്നെയും വതക്കണം. ഫുഡ് ഗ്രേഡ് റെഡ് കളർ, നല്ല റെഡ് കളർ വരുമെന്ന് ഷെഫ് പറയുന്നു. ഇതേ തക്കാളി അരച്ചതാണത്, ടൊമാറ്റോ പ്യൂരി. അപ്പം നല്ല കളറായി, റെഡ് കളറുണ്ട്. എന്നാ നമുക്ക് സോൾട്ട്, പാകത്തിനുള്ള ഉപ്പിടണം. അതിനുശേഷം കുറച്ച് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് നല്ല ദമ്മാവട്ടെ, പെട്ടെന്ന് ബോയിലാവും. ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഇത് പിഞ്ച് മട്ടനാണ്. മട്ടൻ ബോയിലാവാൻ എത്ര വെള്ളം വേണമെങ്കിൽ അത്രയും വെള്ളം നമുക്ക് ഒഴിക്കാം. എന്നെ കൂട്ടി ഉണ്ടാക്കുക, ദമ്മിടുക. ഓക്കെ. അരമണിക്കൂർ വേണം ഇത് ബോയിലാവാനായിട്ട്. മട്ടനാണ്. മട്ടൻ നന്നായി ബോയിലായി കഴിഞ്ഞാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അരമണിക്കൂർ എന്തായാലും ഉണ്ടാവും. റെഡി. നല്ല സ്മെല്ലാണ് വരുന്നത്. കൊറിയണ്ട. അതായത് ലാസ്റ്റ് സ്റ്റേജിൽ ഇച്ചിരി കൊറിയൻഡർ ലീഫ് നമുക്ക് ഗാർണിഷായിട്ട് ഇടാം. മട്ടൻ കറി റെഡിയായി. അതായത് നമ്മുടെ ഇവിടെ നടക്കുന്ന അവാദി ഫുഡ് ഫെസ്റ്റിവലിൽ കൊടുക്കുന്ന മട്ടൻ കറി പത്തർക്ക ഗോസ്റ്റ്. ലക്നൗവിലത്തെ സ്പെഷ്യൽ മട്ടൻ കറിയാണിത്, പത്തർക്ക ഗോസ്റ്റ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കഴിച്ച് നോക്കാം.